ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് വില്യം ഷേക്സ്പിയർ ചോദിച്ചത്. പക്ഷേ പേരിൽ പലരും ഇരിക്കുന്നു, വിജയം വരെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ തൃപ്പൂണിത്തറയിലെ അഞ്ജലി നായർ എന്ന PV അഞ്ജലിയെ വേട്ടയാടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് BJP NDA മുന്നണി മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ്. അവർക്ക് വളരെ സ്റ്റേക്കുള്ളൊരു മണ്ഡലം. അവിടെ മത്സരിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ശരിയായിട്ടുള്ള പേര് എന്ന് പറയുന്നത് PV അഞ്ജലി. അറിയപ്പെടുന്ന പേരിലാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുക. അപ്പോൾ അല്ല, ചിഹ്നമൊന്നും ശ്രദ്ധിക്കത്തില്ല. PV അഞ്ജലി നമ്മുടെ സ്ഥാനാർത്ഥി. അഞ്ജലി നായർ എന്ന് കേൾക്കുമ്പോൾ അതാണോ ഇതെന്നൊരു ഭ്രമം ഉണ്ടാകും. തന്നെയല്ല, ആ പേരിലുള്ള അപരകൾ ഉണ്ടാവാൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമതി PV അഞ്ജലി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടും ആ പേര് മാറ്റി കൊടുത്തില്ല. ആ പേര് മാറ്റുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും ഉണ്ടാവുന്നില്ലെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. സാറിന് എന്ത് തോന്നുന്നു? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, ഈ പേരുകളൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റിലുള്ള പാസ്പോർട്ടിലോ SLC ബുക്കിലോ ആധാർ കാർഡിലോ ഒക്കെ ഉള്ള പേരാണോ? ഒരിക്കലും ആയിരിക്കില്ല അല്ലോ. രമേശിന്റെ എനിക്കറിയാം. KR രമേശിന്റെ സഹപാഠിയായിരുന്നു. KR രമേശ് എന്നായിരുന്നു പേര്. ശരി, സാറിന്റെ സഹപാഠിയാണ് KR രമേശ് എന്നായിരുന്നു പേര്. അപ്പൊ KR രമേശിന് രമേശ് ചെന്നിത്തലയാവാം. മുഖ്യമന്ത്രിയുടെ പേരെനിക്ക് അറിയില്ല ശരിക്കുള്ളത്. അദ്ദേഹത്തിന് പിണറായി വിജയനാവാം. പിണറായി വിജയൻ ഉണ്ടായിരിക്കില്ല, P വിജയൻ തന്നെ ആയിരിക്കും, സ്വാഭാവികമായിരിക്കും. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊട്ടല ഗോപാലകൃഷ്ണൻ, അങ്ങനെ നിരവധി പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വയലാർ രവി, ഇവരുടെയൊക്കെ ആ പേരിന്റെ പേരിലാണ് ജയിച്ചു പോകുന്നത്. അല്ല, അറിഞ്ഞതും ആ പേര് ഇനി വേറൊരു പേരിൽ അറിഞ്ഞെങ്കിലും അവർ അംഗീകരിക്കപ്പെട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും ജനം അറിയുന്ന ആ പേരാണ്. അല്ല, അവിടെ ഒരു അപകടമുണ്ട്. ആ പേര് മാറ്റി വേറൊന്നിട്ടാൽ ആ തെരഞ്ഞെടുപ്പ് അവിടെ ഞാൻ വരുന്നത്. അങ്ങനെ വരുമ്പം നാളെ ഒരു ഇലക്ഷന് രമേശ് ചെന്നിത്തല പറ്റില്ല, KR രമേശിനെ കൊടുക്കുള്ളൂ എന്നൊരു ഭരണാധികാരി പറഞ്ഞാൽ, അല്ല പിണറായി വിജയന് കൊടുക്കില്ല, പിണറായി വിജയൻ എന്നുള്ള പേരിന്റെ കൂടെ അദ്ദേഹത്തിന് ഇനീഷ്യൽസും ചേർത്തേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കും? ഒരിക്കലും. അങ്ങനെ വരുമ്പം പിണറായി വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും കൊടുക്കുന്ന നീതി തൃപ്പൂണിത്തറയിലെ ദേശീയ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ അഞ്ജലി നായർക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതിന്റെ എന്ത് ന്യായമായുള്ളത്? അത് നീതി നിഷേധമല്ലേ? തുല്യമായ അവസരത്തിന്റെ നിഷേധിക്കലല്ലേ തീർച്ചയായിട്ടും എന്ന് സമൂഹം ചോദിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അവരങ്ങനെ അപേക്ഷ കൊടുത്തു, സമയത്ത് തന്നെ അപേക്ഷ കൊടുത്തു. എൻ്റെ യഥാർത്ഥ പേര്, കാരണം മറ്റൊരു കാർഡ് കൊടുക്കുന്ന കൂടുതൽ PV അഞ്ജലി എന്നാണെങ്കിലും അറിയപ്പെടുന്ന പേര് അഞ്ജലി നായർ ആയതുകൊണ്ട് ബാലറ്റ് പേപ്പറിൽ അഞ്ജലി നായർ എന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. അത് അന്ന് ആ സമയത്ത് തന്നെ ഭരണാധികാരി തള്ളി. അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടു, നിങ്ങളത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും കേൾക്കുന്നില്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ ഉള്ളിലുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ വിശ്വാസത്തോടുള്ള പ്രതിപത്തിയാണ്, ഗവൺമെന്റ് വിധേയത്വമാണോ അടിമത്തമാണോ എന്ന് തൃപ്പൂണിത്തറ സംവിധായകർ കൃത്യമായും ചോദിക്കേണ്ടിയിരിക്കുന്നു, പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അതല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ പക്ഷത്തുള്ളവരോട് കടന്നാക്രമിക്കുന്നതിനുള്ള ലൈസൻസ് പണ്ട് പഠിച്ചിട്ടുള്ള കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലവും അല്ലെങ്കിൽ ഇന്നുള്ള രാഷ്ട്രീയ അഭിമുഖ്യത്തിന്റെ അടിസ്ഥാനത്തിലും അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ അതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്താൽ നമുക്കിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇങ്ങനെ ഈ കുട്ടിയുടെ സമ്മതിച്ചില്ല, ഭരണാധികാരി ആയിക്കോട്ടെ, ഏത് ഭരണാധികാരി ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ പേര് KR രമേശ് എന്നാക്കണം, അതുപോലെ പിണറായി വിജയൻ്റെ പേര് P വിജയൻ എന്നാക്കണം, സാങ്കല്പികമായിട്ട് വയലാർ രവിയുടെ പേര് എന്ത് ഇനിഷ്യലാണോ അദ്ദേഹത്തിനുള്ള ആ പേരാക്കി
തിരിച്ചു വരുത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇതേ അഞ്ജലി നിയമത്തിന്റെ മുമ്പ് എല്ലാവരും തുല്യരാണല്ലോ. അപ്പൊ അഞ്ജലിക്കുള്ള നിയമം തന്നെയാണ് മറ്റു സ്ഥാനാർത്ഥികൾക്കും വേണ്ടത്. ആ അവസര നിഷേധം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങും ഞാനും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം അത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പില് പ്രത്യേകിച്ചും ഇവിടുത്തെ ഇന്നത്തെ ഭരണപക്ഷം അവരെ, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയം പണ്ട് തൊട്ടേ, ഇതിപ്പോ ഈ ഭരണാധികാരിയുടെ രാഷ്ട്രീയം എനിക്കറിയില്ല, ഇങ്ങനെ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിലെ ഒരു സവിശേഷത ഇത്. വിശേഷിച്ചും ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളും രാഷ്ട്രീയ നിലപാടുകളും. ഇപ്പൊ തന്നെ ഒരു കാര്യം കണ്ടില്ലേ, നേമത്ത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ലേബർ ഡിപ്പാർട്ട്മെന്റിലെ മാത്രം ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നിടത്ത്, പോളിംഗ് നടക്കുന്നിടത്ത് ഒന്നും വേണ്ട വേറൊരു അപകടകരമായ സാഹചര്യം. അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കേട്ട് മനസ്സിലാക്കട്ടെ. അതും കൂടി പറയണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇതിന് ഇപ്പം ഉടനെ വേറെ വഴിയൊന്നുമില്ല, അവർ വീണ്ടും കോടതി കേസിന് പോകായിരിക്കും. പക്ഷെ ജനം ഇത് മനസ്സിലാക്കി, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, തൃപ്പൂണിത്തറയിലെ സമ്മതിദായകർക്ക് അവരുടെ മനസ്സിൽ ഇത്തരം അവസര സമത്വ നിഷേധത്തിനെതിരെ, അതിന് ഒരു തരത്തിലും അംഗീകരിക്കേണ്ട കാര്യമല്ലാതെ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തൃപ്പൂണിത്തറയിലെ ജനങ്ങൾ ജനാധിപത്യപരമായി ഉണരണമെന്ന് തന്നെ ആവശ്യപ്പെടണം. മാത്രമല്ല ഇതിൻ്റെ കൂടെ സാറ് പറഞ്ഞ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, സർക്കാരിൻ്റെ ഭരണ ദുരുപയോഗം, അധികാര ദുരുപയോഗം കൂടി ഇതിനകത്തൊരു. സാറ് നേരിട്ടറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം, നടക്കുന്ന ഒരു കാര്യം പറയുക, അത് ജസ്റ്റ് സൂചിപ്പിക്കുക, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം അത്. സാധാരണ ഈ ഇലക്ഷൻ ഡ്യൂട്ടി വരുമ്പോഴ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും വിധേയത്വം ഇല്ലാത്തൊരു രീതി ഈ ഡ്യൂട്ടി ഒന്ന് ഒഴിവാക്കി കിട്ടണമെന്നാണ്. കാരണം ഏതെങ്കിലും പരിചിതമല്ലാത്ത മേഖലയിൽ പോയി ഡ്യൂട്ടി ചെയ്യേണ്ടി വരും, രാത്രി അവിടെ തങ്ങേണ്ടി വരും, അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഓടുന്നവരാണ് കൂടുതൽ പേരും. പക്ഷെ കൃത്യമായ ഇടതുപക്ഷ യൂണിയൻ പ്രതിബദ്ധതയുള്ള ആളുകൾ അവർ രണ്ടു തരത്തിലും മുതലെടുക്കും. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി എനിക്കിത് വേണ്ടെന്ന് പറയുമ്പം അവരെ സഹായിക്കുമോ, നിങ്ങളെ ഒഴിവാക്കി തരാം, കലക്ട്രേറ്റിൽ പരിചയക്കാരനുണ്ട് പറഞ്ഞ് ഒഴിവാക്കി തരാമെന്ന് പറയും. അങ്ങനെ അവരുടെ സ്നേഹം പിടിവിട്ടും. അതുകൂടാതെ വേണ്ടത്ര സ്വന്തം യൂണിയന്റെ ആളുകളെ ഈ ഡ്യൂട്ടിക്ക് പറഞ്ഞു കഴിയുന്നുണ്ട്. അവർക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് പാർട്ടിക്കാരും യൂണിയൻകാരും ഒക്കെ തന്നെ അത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും അത് ഒന്ന്. രണ്ടാമത് വേറെ ഒന്ന്, ഇപ്പൊ തന്നെ ഒരു കാര്യം കണ്ടില്ലേ, പോസ്റ്റൽ ബാലറ്റ്. ആ പോസ്റ്റൽ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നവർ കൊടുക്കേണ്ട കാര്യത്തില് വലിയ പരാതി വന്നിരിക്കും, ഇതുവരെ എത്തിയിട്ടില്ല. അത് വലിയ അവർക്ക് പോകേണ്ട സമയമായിട്ട് എത്തിയിട്ടില്ല. ഇതൊക്കെ കൃത്യമായ പദ്ധതിയാണ്. ഞാൻ കൃത്യമായും ഡൽഹിയിലേക്ക് ഓർക്കുന്നുണ്ട്, ഇവിടെ അത് വ്യാപകമാണ്. പോസ്റ്റൽ ബാലറ്റ് കിട്ടത്തില്ലായിരുന്നു. ഇവിടെ അത് ഒന്നത്. രണ്ടാമത് ഈ പോസ്റ്റൽ ബാലറ്റ് മറ്റുള്ളവർക്ക് ചെയ്യുന്നതിന് യൂണിയൻ ഈ എൻ്റെ ബാലറ്റ് പേപ്പർ അത് കളക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ജോലി, വോട്ട് ചെയ്യുന്ന ജോലി യൂണിയൻ നേതാക്കൾ ചെയ്യുന്ന ഒരു തരത്തിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലെ ഒരു തരം അട്ടിമറി തന്നെയാണ്. അട്ടിമറിക്കുന്ന ഇടപെടലുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ഈ അഞ്ജലി നായരുടെ കാര്യത്തിലുണ്ടായ ഇടപെടലും. അതുപോലെ അവർക്ക് പിണറായി വിജയനോ ചെന്നിത്തലയ്ക്കോ ഉള്ള അവസര സമത്വം കൊടുക്കാതിരുന്നതിന്റെ കാരണം അതിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അവിടെ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നതേ അല്ല. കാരണം നേരത്തെ തന്നെ അവർ അപേക്ഷിച്ചതാണ്. ഇവര് ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്തു റെഡിയാക്കി എന്നൊക്കെ പറയുന്നെങ്കിലേ, അത് അന്നേ അവര് തിരിച്ചൊരപേക്ഷ കൊടുത്ത സ്ഥിതിക്ക് അന്ന് തന്നെ മാറി ചിന്തിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ജനാധിപത്യ അവസരമാണ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സമത്വമാണ്, തുല്യ അവസ്ഥയാണ് ലഭിക്കാതെ പോയിരിക്കുന്നത്. അതിന് പരിഹാരം, നഷ്ടപരിഹാരം തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പരിഹാരം
കൊടുക്കേണ്ടത് സർക്കാരിന്റെയും ഇലക്ഷൻ കമ്മീഷണറുടെയും ബാധ്യതയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനെ പ്രതികരിക്കേണ്ടത്, പ്രതികാരം ചെയ്യേണ്ടത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.